ടുട്ടു കദീസമ്മ മുറ്റത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. വെറുതെ അവരെ കുരുത്തക്കേട് ഒപ്പിക്കാൻ നിൽക്കണ്ട. ശരിയാ, അവരെ വായിലിരിക്കുന്ന ഓരോന്ന് കേൾക്കേണ്ടി വരും. ദത്തപ്പ മൂന്നും കൂടി അവിടെ നിൽക്കാണ് കുസുകുസു പറയണ്ടേ. പിന്നെ പറ്റി എന്തേലും പറയിക്കരം. എന്താ പണി? എനിക്ക് ദത്ത് പണി. ഞാൻ ഇവിടെ കുന്തമായി നിൽക്കണത് എനിക്ക് കാണില്ലേ? എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇനി സമാധാനമായിട്ട് നടന്നു. അല്ല പിന്നെ നേരം വെളുത്തേക്ക് തന്നെ താമസ ഞാൻ വന്നതാ. അല്ല ദത്തങ്ങൾ മൂന്നാളും കൂടി നേരം വെളുത്തേക്ക് തന്നെ. പിന്നെ ഞങ്ങൾ ആമിനെ കാണാൻ വന്നതാ. ആമിനാനെ ഓള് നീച്ചക്കണ തന്നെ ആവാം. ആമിന ചങ്ങാഴ്ചകളത് വന്നോക്കണു. എവിടെ ചെറിയ നോക്കിക്കുക. ഞാൻ അവിടെ ചായ അടിച്ചേനെ. ഡെയിലി ഔത്ത് കയറി കറി. അതത്തിനാ പൗത്തൊക്കെ കയറുണ്ട്. ഇവിടെ കുത്തിറന്ന് പറഞ്ഞാ പോരെ. അത് ഞങ്ങൾക്ക് കുറച്ച് വെക്കേഷൻ വർക്ക് ചെയ്യാനുണ്ട്. അതാ നൗത്ത് കയറിക്കോളി. എല്ലാത്തിനും മോന്തണ്ടിട്ട് എന്തോ ഒരു കള്ളലശനം ഉള്ളവരുണ്ട്. ഇന്നൊളിപ്പിച്ചാണ് ഈ പേരിൽ ഒരു കള്ളത്തരം ചെയ്യാൻ പറ്റില്ല. കാണിച്ചു തരല്ലത്തിന്. എല്ലാരും ഇവിടെ ഇരുന്നോളി. അല്ല ദേവുവിനെയും വിഷ്ണുവിനെയും അബുവിനെ ഒന്നും കാണാനില്ലല്ലോ. വിഷ്ണു വരുന്നുണ്ടെന്ന് പറഞ്ഞു. ദേവ് കുറച്ച് നേരം കഴിയുന്നാ പറഞ്ഞേക്കണത്. എന്തിനാ ഷോപ്പിങ്ങിന് പോയതാ. അപ്പൊ നേരം വൈകുന്ന് പറഞ്ഞിരുന്നു. ഞങ്ങള് നേരം വെക്കിയാ? ഇല്ല കറക്റ്റ് സമയത്താ രണ്ടാളും വന്നേ. എന്നാ പിന്നെ അധികം നേരം വെക്കിച്ചണ്ട. ഞമ്മക്കേ പ്ലാനിങ് തുടങ്ങാം. ഇല്ല നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കദീസുമാനെ കാണാതെ ഇങ്ങോട്ട് ചാടി. കദീസുമാനെ കണ്ണു വെട്ടിച്ചിങ്ങനെ ചാടാനൊക്കെ ഈ അബുവിന് വിടാണ്ട് ട്ടാ. പിന്നെ പറ്റിയത്തെ വിചാരിച്ചിട്ടുണ്ടേ. നേരം മിണ്ടാതിരിക്കേ. കദീസുമ്മ വന്നിട്ടുണ്ടെങ്കിലേ ഒരു പ്ലാനിങ് നടക്കില്ല. മിന്നു പറഞ്ഞത് ശരിയാ. കദീസുമ്മ എങ്ങനെ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ പ്ലാനിങ് മൊത്തം തകരും. അല്ല ഏത്തങ്ങളെല്ലാരും മരിച്ചോടുത്തിരിക്കണ മാതിരി ഇരിക്കണ്ടേ. എല്ലാരും ഒന്ന് തൊള്ള തുറന്ന് പറയും. ഇങ്ങോട്ടാണ് വല്ല പ്ലാനും ആയോ? എന്തായാലും കുറെ ദൂരം ഒന്നും നമുക്ക് പോവാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് സമ്മതിക്കില്ലല്ലോ. അടുത്ത് എവിടെയാക്കിയാലോ? അത് ശരിയാ. ഏതായാലും ദൂരത്തേക്കൊന്നും പെരിയെന്ന് വിടും തോന്നുന്നില്ല. ഞമ്മക്ക് വല്ല കോട്ടക്കുന്നോ മിനിയൂട്ടിയോ ഒക്കെ ആക്കിയാലേ. ഓന്റെ ബളേ ഇത്ര റിസ്ക് എടുത്തൊന്നും പോണ്ട. ഞമ്മക്ക് എന്റെ അമ്മന്റെ വീട്ടിൽ പോയി വരാ. ഓളൊരു കോട്ടക്കുന്ന്. ഇല്ലെങ്കിലേ എന്റെ പാപ്പാക്ക് ഒരു കോട്ടക്കുന്ന് അറിയുള്ളൂ. ഞാൻ എപ്പാ പോവാന്ന് പറഞ്ഞാലും ആ കോട്ടക്കുന്നേ പോവുള്ളൂ. പോവാ അവന്റെ പ്ലാൻ ചെയ്തോളി. ഈ ചൂടാവല്ലേ പിന്നെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാന്നേ. കുട്ടികളങ്ങനെ പലതും പറയും. അത് വിചാരിച്ചു കണ്ടിച്ച് ഇങ്ങനെ തളരല്ലേ. ചെഞ്ചൊരു പേടിത്തൂറിയാ. ഓളി കക്കൂസിന് വരെ പോവാൻ അമ്മല്ലാതെ പോവൂല. അതവളെ വർത്താനം കേട്ടപ്പോഴേ എനിക്ക് തോന്നി. കുട്ടു അധികം ആളാവല്ലേ. വീട്ടിൽ വാ, നീ കാണിച്ചു തരാം ഞാൻ. എനിക്കല്ലേടാ ഞാൻ കക്കൂസിൽ പോവാൻ നിന്ന് തന്നിരുന്നേ. പേടിത്തോണ്ട. നിങ്ങൾ രണ്ടാളും കക്കൂസ് പോണ ഒരു തീരുമാനത്തിലെത്തി. അത് നമുക്ക് നോക്കാം. എപ്പോ നോക്കിയാലും ഞാൻ ഈ നാട്ടക്കേസും കൊണ്ട് രണ്ടാളും കൂടി വരുള്ളൂ. കുട്ടു ചിഞ്ചു ഒന്നും മിണ്ടാതിരുന്നേ. അല്ലല്ലോ ഇവനല്ലേ. ചല നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയിക്കോ. അതാ നല്ലത്. ദേവ് വരുന്നുണ്ട്. നേരം വൈകിയോ? ഇല്ല നേരം വൈകി വിചാരിച്ചിട്ടേ. ഇതിപ്പോ തന്നെ ഒന്നും തീരും തോന്നണില്ല. വിലൊന്നും കൂട്ടിക്കാൻ ഒരു ബൈക്ക് പോകാൻ പറ്റൂല. ഒക്കെ എന്താണ് ബൽക്ക് എല്ലാവർക്കും കൂടി ഒരു ചർച്ച. എന്തോ കാര്യമായിട്ട് പരിപാടി ഉണ്ട്. സംഭവം ഉണ്ടാതെ ഇവിടെ തന്നെ വല്ല നിക്കട്ടെ. എത്താന്നൊന്നും അറിയാലോ. അല്ല എന്നിട്ട് എങ്ങോട്ടാ പ്ലാനിങ്? നമുക്ക് മൂന്നാർ പോയാലോ? എന്താ എല്ലാരും അഭിപ്രായം? മൂന്നാറോ? ഇനിയിപ്പോ തന്നെ ചിത്ര തൊള്ള തുറക്കണ്ടേ. മൂന്നാറെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ മൂത്താപ്പാന്നല്ലല്ലോ. മൂന്നാറൊക്കെ കൊറേ ദൂരല്ലേ. തുടങ്ങി. ഇപ്പോഴും നമ്മൾ പോകുന്നത് അടുത്തല്ലേ. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാലോ? പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെരീന്ന് സമ്മതിക്കൊന്നാവാം. പെരീന്ന് സമ്മതിക്കാത്തവരൊന്നും പോരണ്ട. എല്ലാരും ഇവിടെ ഇരുന്നോളൂ. എന്റെ വർത്താനം കേട്ടാ തോന്നിച്ചിപ്പോ പാല് കുടിച്ച് നടക്കണ കുട്ടിയാണ്. മാണെങ്കിൽ പോരെ. നിങ്ങൾ ആരില്ലെങ്കിലും KSRTC തോന്നിയിട്ടായാലും ഞാൻ പോകും. എന്നാ പിന്നെ നമുക്ക് ടൂറ് മൂന്നാർ ഉറപ്പിച്ചാലോ? എല്ലാരും ഒന്ന് പറ. ആർക്കും എന്താ ഒരു ഉഷാറൊന്നും ഇല്ലാത്തേ. 200-250 കിലോമീറ്റർ ദൂരൊക്കെ കാണുള്ളൂ. അല്ലോ എത്ര കുട്ടികളെ നിങ്ങളെ കഥ. ഒന്ന് തൂറാൻ വേണ്ടിട്ട് 200 കിലോമീറ്റർ പോവേ. എത്ര കുട്ടികളെ നിങ്ങൾക്കൊരു കഥ. അല്ലെങ്കിൽ ഞാൻ എന്റെ ചെറുപ്പത്തിലേ ആയമുട്ടേകാന്റെ തൊടുവിൽ പോയി കാണാൻ തോന്നിയത്. അതും പാവാടിയും പൊക്കിക്കൊണ്ട്. അതൊക്കെ മണ്ടീനൊരു മണ്ടയിൽ എത്തേന്ന് വെച്ചിട്ട് ഇപ്പത്തെ കുട്ടികളൊക്കെ ഒരു പൗറേ. വല്ലാത്തൊരു തമാശ. ഞങ്ങളെല്ലാരും കൂടി ചിരിച്ചിണ്ട്. അത്താ മനേനെ കുതിരാക്കുക ഒന്നും തന്നാണ്ടല്ലോ. ഇല്ല അതെ അത്തങ്ങളാരും തൂറാനൊന്നും പോലില്ലേ. ഒന്ന് കദീസുമ്മ ഞങ്ങൾ അതല്ല പറഞ്ഞേ. ടൂറ് മോയിന്റെ കൊളാക്കും. അതത്തടച്ച് നിർത്തിയത്. ബാക്കിയും കൂടി പറയടാ. ആ മോയന്തത്തിനാ തോണ്ടീന്റെ. ഇല്ല കദീസുമ്മ ഞങ്ങളെ കളിക്കാൻ പോണ കാര്യം പറഞ്ഞതാ. ശരി കളിച്ചാൻ പോണി ടൂറ് പോകാന്നല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയല്. നിങ്ങൾ വിചാരിച്ചതേ ഞാൻ പൊട്ടത്തിയാന്നാ? ആയി ശരി. നിങ്ങൾ ഇവിടെ പറയണതൊക്കെ ഞാൻ കേട്ടോക്കണു. ഞാൻ ഇല്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഒരു പൊടി അങ്ങോട്ട് അനങ്ങൂല. ഈ വിഷ്ണു ഒക്കെ കുളമാക്കി. നിങ്ങളെ കൂടി ടൂർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ടൂർ എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ നല്ലതേ ഞങ്ങളെ മലന്റെ കറുവെന്ന് പോയിക്കാണ് താഴത്തേക്ക് ചാടണ്ട. ഇല്ലെങ്കിൽ അന്റെ ഒപ്പം ഞാൻ ആമിനാനെ ഒറ്റ ഒരിക്കലും വിടൂല. അതിന് ഈ പൂ വെക്കും വേണ്ട. പിന്നെ ഞാൻ ആമിനാനെ ഒരു മുണുങ്ങാനല്ല. കണ്ടാ തന്നെ അറിയാം ഒറ്റടിക്ക് മുണുങ്ങുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൂർ ഞാനില്ല. പിന്നെ പോന്റെ ചള അതല്ലേ നല്ലതേ. ശരി പിന്നെ കൊണ്ടാകാൻ വേണ്ടിട്ട് നിങ്ങളെല്ലാരും കൂടി ഉണ്ടാക്കിയ പ്ലാനാണല്ലേ. കാണിച്ചറ ഞാന്. എന്ത് തേങ്ങയുടെ ഈ പറയുന്നേ. എങ്കിലും ചറിയനു ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നോടൊരു ദേഷ്യം ഉണ്ടെന്ന്. നിങ്ങൾ എല്ലാരും കൂടി ടൂർ പോണി നിന്നെ ഒഴിച്ചാൻ വേണ്ടിയിട്ടുള്ള അടവാണല്ലേ. ഇപ്പൊ സമാധാനം ആയില്ലല്ലടാ തെണ്ടി. എന്നെ കൊണ്ടാവാതെ ഈ പേരിൽ നിന്നൊരു സാധനം എടുത്തോണ്ടാൻ പറ്റൂല.
ഞാനേ ആ പടിമല അങ്ങോട്ട് കിടക്കും. അത് സാരില്ല, ഞങ്ങൾ ചവിട്ടി പോയിക്കൊണ്ട്. അടാ ചെറുക്കാ, എന്റെ ദൈവമേ, ഇത് വലിയൊരു ഗുലുമാലായല്ലോ. ഞാൻ കൊണ്ടാവാൻ പറ്റൂലേ? അപ്പൊ തന്നെ പറ. അങ്ങനെ അങ്ങോട്ട് ബൈക്ക് വരി. ഈ കാദീസുവിനെ കൊണ്ട് പറ്റാത്ത പണിയത്തുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? പോന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇതിലൊരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തോളാം. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇതിൽ ഓരോന്ന് തലയിട്ടാണ്ടേ ഓരോ ഇറങ്ങാറുണ്ടാക്കാനാണ്. എനിക്ക് തന്നെ 2ാം ക്ലാസ് വരെ പോയാൽ നിങ്ങൾക്ക് ടൂറിനെ കുറിച്ചൊക്കെ ഇത്ത കൂടെ ഉള്ളത്. അത് ശരി, ഇതാപ്പ നല്ല കോള്. എന്റെ ചെറുപ്പത്തിലേ ഞാൻ വയനാട്ടിൽ മലപ്പുറത്തുനിന്ന് നടന്നാ പോയത്, അതും ചെരുപ്പും പോലും ഇടാതാ. അതെ, തുടങ്ങി തള്ളു. ഇട്ടാണെങ്കിലോ ഒറ്റ ഒന്നത്തിനും ചോരം കയറാൻ പറ്റണ്ടേ. അവസാനം നമ്മളൊരു വലിയ കയറങ്ങോട്ട് കെട്ടി എല്ലാരും കൂടി അയിമല് പിടിച്ചാ കയറിയത്. ഞാനേനാ കയറിന്റെ ഡ്രൈവർ. കയറിന്റെ ഡ്രൈവറോ? നമ്മൾ ചെറുപ്പത്തിൽ ബസ് ഉണ്ടാക്കി കളിച്ചില്ലേ കയറേറ്റവും, അതിന് ഡ്രൈവർ ഞാനേനു. വയനാട്ടിലല്ലേ കയറാൻ പോയിക്കണ്ടത്, വേറെ അതേ കുറ്റിക്കാട്ടേക്ക് കയറാം. ഓക്കെ, ഡ്രൈവറായിട്ട് നിൽക്കണ്ടില്ലേനി, ബാക്കിൽ നിന്നാ മതിയേനി. അതത്തിന് നിങ്ങൾ ബാക്കിലാവുമ്പോ നിങ്ങൾ തള്ളു കേട്ടിട്ടാണ് എല്ലാരും കയറി മണ്ടിക്കോളും മേലേക്ക്. അമ്മ ഈ തള്ളല്ല, നിങ്ങൾ ഈ തള്ളിന്റെ കുത്തിർന്നുകാണ്ട്. പൊന്നാര ചെറുക്കാ, എനിക്കിത് കേട്ടാ തള്ളായിട്ട് തന്നെ തോന്നുള്ളൂ. നമ്മളെ ആരെ എനിച്ചെടുക്കാ ചെയ്യും. ഓക്കെ, വയനാട് ഫുള്ള് കാടേനു. എന്താ കാടൊക്കെ വെട്ടി തെളിച്ചാ? ആണ്ട പലീസ എനിക്ക് കുറെ നേരമായിട്ട് തുടങ്ങിയിട്ട്. തള്ളിയത് മതി, ഞങ്ങളെ വണ്ടിക്കാ പോണത്, ഡ്രൈവറുണ്ട്. നിങ്ങൾ തള്ളി തരേണ്ട വണ്ടി. എല്ലാരും ഒന്ന് നിർത്ത്. നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ? ഇനിയിപ്പോ ഇതിനെ കുറെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ടത്. കയ്യിൽ കുറച്ച് അരിയിട്ട് പോയാൽ പോരാ, അവിടെ പോയിക്കാൻ നമുക്ക് വെച്ചുണ്ടാക്കാന്നേ. ഓ, ഇതിപ്പോ കൊളാക്കും. അമ്മീന, എന്റെ വല്യമ്മയൊന്നും നോക്കൂലട്ടോ, ഞാൻ ഒന്നാം കൊടുത്താളും. അവിടെ പോയി വെച്ചുണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളി. അത് ഹോട്ടലിന്റെ ഫുഡ് മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറും കൂട്ടാൻ എടുത്തോളി. ഞാനെന്റെ ആമിന കുറച്ച് ചോറും മത്തി പൊരിച്ചതൊന്നും കൊണ്ടുപോയാൽ മതി. അത് ഇവിടെ കുത്തുന്ന തിന്നാ പോരെ. എത്തിനാണ് വെറുതെ പൈസ ചെലവാക്കണ്ടേ? ഞാനില്ല, നിങ്ങളെല്ലാവരും പോയിക്കോളി, ഞാനില്ല. ഇപ്പൊ ടൂർ പ്ലാൻ ഒന്നും പറഞ്ഞിട്ട് ടൂർ ക്യാൻസൽ ആവണ വട്ടാ. അത് തന്നെ എനിക്കും തോന്നുന്നുണ്ട്. ഇക്കാലം കദീസും ഒന്നും മിണ്ടാതിരിക്കെ, ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്നാ നിങ്ങൾ അങ്ങോട്ട് പ്ലാൻ ചെയ്തോളി. നിങ്ങളിനിപ്പോ എത്ത് മാറ്റി പറഞ്ഞാലും ചോറും മത്തിയും കഴിച്ച് നിർബന്ധ. ശരി, അത് കൊണ്ടുപോവാ. പിന്നെ വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയാലോ? ആമി, ഇനി ഒരു പേപ്പർ എടുത്തോണ്ട് വാ. വേറെ കദീസുമ്മ ചുവരില് ആരുടെ ചിത്ര? അതോ ആരാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണോ വല്യമ്മ? ഏയ്, തട്ടൊന്നും കാണില്ലല്ലോ. വല്യമ്മാന്റെ ഫോട്ടോ തന്നെയാണേ. എത്തടാ ചിത്ര ചിരിച്ചാനേ? ഞാൻ തുണിയൊക്കെ ഇട്ട് കാണാനല്ലേ നിൽക്കണ്ടേ, ഞാൻ ചിത്ര ചിരിച്ചണു. അല്ലേ, എല്ലാരോടും തട്ടോട്ട് നടക്കാൻ പറയണ നിങ്ങള് തട്ടും കഴിച്ചിട്ടാണല്ലോ നിക്കണ്ടേ. നിങ്ങളെ കാലത്തൊക്കെ നിങ്ങൾ ഭയങ്കര സംഭവമായിരുന്നില്ലേ. ഇപ്പൊ നിങ്ങൾ വലിയ തട്ട കേട്ട നല്ല ആളെ കണ്ട് ചെറുക്ക. പിന്നെ അന്ന് ഞാൻ അങ്ങനെ നടന്നു വിചാരിച്ചു കണ്ടപ്പോ എന്നും അങ്ങനെ നടക്കണമെന്നുണ്ടാ. ഇനിയിപ്പോ ആ ഫോട്ടോ കണ്ട് കണ്ടേ ഇന്നെ തിന്നാ നിൽക്കണ്ട. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ശരി ശരി. കുരിപ്പിന്റെ കണ്ണിൽ പെടാത്തൊരു സാധനം ഇല്ല. ലിസ്റ്റിൽ എഴുതേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാ. അവിടെ ഭയങ്കര തണുപ്പല്ലേ, അപ്പൊ പുതപ്പൊക്കെ വേണ്ടി വരും. എത്ര പുതപ്പ് വേണ്ടി വരും? കുത്തിനല്ലെങ്കിൽ കായൊക്കെ കൊടുത്താണ് പുതപ്പ് വാങ്ങേണ്ടത്. ഇവിടെ തന്നെ അതാ സുബേർ ഗൾഫ് എന്ന് പറഞ്ഞൊരു അട്ടിമല എടുക്കണം. എന്നാ പിന്നെ കദീസുമാരെ കുറച്ചാളി, കദീസുമ്മ അട്ടിമ കിടന്നോളും. ഇച്ചു അമിനാക്കും തണുപ്പിനിടുന്ന ഒരു സാധനം വേണ്ട, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇച്ചു വേണ്ടത് ജാമ്പവന്റെ കാലത്തുള്ള ഏതോ ഒരു കോട്ടാ. ഇങ്ങളെ ഇട്ടാ മതി അതൊക്കെ. ജാമ്പവന്റെ കാലത്തോ എന്റെ വല്യപ്പാന്റെ കാലത്തുള്ളതാണത്. മൂപ്പര് ഉപയോഗിച്ചിരുന്നതല്ലേനത്, നല്ലൊരു സാധനമാണ്. എനിക്കെന്തായാലും തണുപ്പത്തിടാൻ ഒരു കോട്ട് വേണോ, ഞാൻ വാങ്ങും. എന്നോട് ഇപ്പൊ പറഞ്ഞിക്കണല്ലോ വാങ്ങാന്, പിന്നെ പത്താ. അടുത്തത് പറ. ഈർപ്പ്, തോർത്ത്, കണ്ണാടി, ഇതൊക്കെ വേണ്ടേ? ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോളാം. ബ്രഷ്, പേസ്റ്റ്, പിന്നെ ഒരു ബ്രെഡും ജാമും എഴുതിക്കോ. അത് ശരിയാ, വിശക്കുമ്പോ ഇടക്കെടുത്ത് കഴിക്കാലോ. പിന്നെ ഇടക്കിടക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് എഴുതിക്കോളി. ഇതിനല്ലെങ്കിൽ ബേക്കറി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോണ്ട്. ഞാനിതൊക്കെ കുറച്ച് കുച്ചപ്പും നെച്ചപ്പൊക്കെ ഉണ്ടാക്കി തരാം. കുച്ചപ്പും നെച്ചപ്പൊക്കെ നിങ്ങളെ തിന്നാ മതി. വാട്ടർ ബോട്ടിൽ എഴുതിക്കോ. വാട്ടർ ബോട്ടിലോ? അതെത്താ സാധനം? കുപ്പിയാ? റബ്ബേ, വെള്ളമൊക്കെ അല്ലെങ്കിൽ എത്തിനാണ് അവിടെ വാങ്ങണത്. അവിടെ ഒരു സംഖ്യ ആവും. ഇതാ അവിടെ കിണറ്റിൽ നിറച്ച് വെള്ളമുണ്ട്. പൊന്നു കദീസും അതെല്ലാം കൂടി ഇവിടുന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കയറാം. വണ്ടി നമ്മൾ വാടക എടുക്കണമെന്നല്ലേ, അല്ലാതെ നിങ്ങൾ സുബേറാക്കാന്റെ വണ്ടി ഒന്നല്ലല്ലോ. ശരി, വണ്ടി വാടക എടുത്ത് പോകുമ്പോ എത്തിനാ വെറുതെ അവിടുന്ന് വാങ്ങണ്ടേ? ഇവിടുന്ന് കൊണ്ടുപോയാ പോരെ. ഓറും കുറച്ച് വെച്ചിക്കാണ് കൊണ്ടുപോകാൻ നമുക്ക്, അതാ നല്ലത്. ഈ അതെല്ലാം കൂടി കുത്തിക്കയറ്റാനൊന്നും അയാൾ സമ്മതിച്ചൂല. ശരി, ആരെ വണ്ടി അത് ഞാൻ പറഞ്ഞോളല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂപ്പര് ഇനിയിപ്പോ അതും ക്യാൻസൽ ചെയ്യും. കുറച്ച് ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് എഴുതിക്കോ. എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാ മറന്നത്? ഇനിയുള്ളതൊക്കെ നമുക്ക് നാളെ ഷോപ്പിങ്ങിന് പോകുമ്പോ വാങ്ങാം. ഇനി അതിനും വേണ്ടിട്ട് ഷോപ്പിങ്ങിന് പോവാ? അതിന് നിങ്ങൾ വരണ്ട, ഞങ്ങൾ പോയിക്കോണ്ട്. നിങ്ങൾ എന്തിനാ വെറുതെ ഇടങ്ങാറായി വരുന്നത്? അതന്നെ, നിങ്ങൾക്ക് കാലുമുട്ട് വേദന അല്ല, ഞങ്ങൾ പോയി വാങ്ങിക്കോണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനും വരണ്ടേ. ഇച്ചിപ്പോ കാലിന്റെ മുട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒറ്റക്ക് പോയിട്ടുണ്ടെങ്കിലേ ശരിയാവില്ല, കടക്കാർ നിങ്ങളെ പറ്റിച്ചു. വേദന ടൂറ് ക്യാൻസൽ ചെയ്യണതേനു നല്ലത്. സാധനത്തിനെ കൊണ്ട് എങ്ങനെ പോവാന്നാവും ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തല കറങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് നാളെ രാവിലെ തന്നെ ഇറങ്ങാല്ലേ സാധനങ്ങൾ വാങ്ങാനേ? നാളെ രാവിലെ എല്ലാവരും എന്റെ വീട്ടിൽ വന്നോണ്ടേ, നമുക്ക് എല്ലാവരും കൂടി അവിടെ നിന്ന് പോവാം. പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്യാല്ലേ? അപ്പൊ ശരി, എന്നാ ഞങ്ങൾ പോട്ടെ, ഇനി നാളെ വരാം. മീന, ആ ലിസ്റ്റ് ഇങ്ങോട്ട് കാട്ടിക്ക. ഇതിൽ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളുണ്ട്.
അതൊക്കെ തന്നെ വെട്ടി ഒഴിവാക്കണം. ഉണക്കൽ പൊരിച്ചിക്കാണ്ടേ അതും കൂടി വല്ല പാത്രത്തിലാക്കി വെക്കാം. അവിടെ ചിലപ്പോൾ കഞ്ഞിക്കൊത്തും കൂട്ടാൻ കിട്ടിയില്ലെങ്കിലോ.